ഹലോ ഗൈസ്, സോ എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്മൾ നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നമുക്ക് ഈ സെഷൻ എത്രയും പെട്ടെന്ന് തീർക്കാം. സോ സ്റ്റേ ട്യൂൺ ആൻഡ് വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. അത് ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറയാൻ മറന്നുപോയി. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നാളെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നാളെ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, സോ ദാറ്റ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. അപ്പോൾ പിന്നെ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് കറക്റ്റ് സൈഡിലാണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം വിതൗട്ട് എനി ഡിലേ. ഓക്കെ, സോ വാട്ട് ആർ ദ 4 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ? ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, അതിന് 4 ഒബ്ജക്റ്റീവ്സ് ആണ്, 4 കാരണങ്ങളാണ്. നമുക്ക് എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 4 പോയിന്റും എഴുതാം. ഓക്കെ, സോ 4 പോയിന്റ് എഴുതാൻ വേണ്ടി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് പ്രോട്ടീൻ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി, പിന്നെ ഓയിൽ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി, പിന്നെ വിറ്റമിൻ കണ്ടന്റ്, പിന്നെ അതേപോലെ മൈക്രോന്യൂട്രിയന്റ് ആൻഡ് മിനറൽ കണ്ടന്റ്. ഓക്കെ, സോ ഈ 4 സെറ്റ് ഓഫ് കണ്ടന്റ്സിന്റെ amount അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കകത്തുള്ള. സോ അതാണ് ബയോഫോർട്ടിഫിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ടാണ് നമ്മൾ ബയോഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് യു കൻ ഓൾസോ റൈറ്റ് ദി എക്സാമ്പിൾ ഗോൾഡൻ റൈസ്. ഓക്കെ, ഈ ഗോൾഡൻ റൈസ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നത് എന്തിനാണ്? വിറ്റമിൻ എന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഗോൾഡൻ റൈസിനകത്ത് അധികം വിൽ ബി എ ഹയർ എമൗണ്ട് ഓഫ് വിറ്റമിൻ എ. സോ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഇവർ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് പ്ലാൻ ചെയ്യുന്നത്, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? സോ 2 ഫങ്ഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ട്ലി ദർ ആർ 2 ഫങ്ഷൻസ്. ഒന്ന്, they make decisions regarding the validity of GM research. Okay, so genetic modification റിസർച്ചിന്റെ എത്രത്തോളം വാലിഡിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ GEAC ആണ്. അതേപോലെ ഇറ്റ് മേക്സ് ഡിസിഷൻ റിഗാർഡിംഗ് ദ സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസസ്. ഫുഡ് ക്രോപ്സിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മനുഷ്യന്മാർ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ? സോ അതൊക്കെ അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. സോ ഇവരുടെ അപ്രൂവൽ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 ഫങ്ഷൻസ് ഉണ്ട് ഓഫ് ദ GEAC. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമന്റ് ഓൺ സെൽഫ് ഇൻകംപാറ്റബിലിറ്റി. ഇത് നമ്മുടെ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. സോ സെൽഫ് ഇൻകംപാറ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, ജനറ്റിക് ആയിട്ടുള്ള ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ്. സോ ഇറ്റ് ഇസ് എ ജനറ്റിക് മെക്കാനിസം to prevent self-pollination. Self-pollination എന്ന് വെച്ച് കഴിഞ്ഞാൽ self-pollination കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് കോസസ് കണ്ടിന്യൂസ് ആയിട്ട് self-pollination ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാകും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി we have genetic mechanism. Pollen from the same flower or other flowers of the same plant does not germinate in the stigma. Okay, so അവര് എന്ത് ചെയ്യും? They inhibit pollen tube growth on the stigma. pollen tube growth നെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. പറയും ഇവിടെ വളരാൻ പറ്റില്ല, ഇത് നമ്മുടെ സ്വന്തമാണ്, അതൊന്ന് പറ്റത്തില്ല, വേറെ പുറത്തുള്ള പോളിൻ ഗ്രേൻസ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് പറയും. റൈറ്റ്, സോ ദാറ്റ് ഇസ് സെൽഫ് ഇൻകംപാറ്റബിലിറ്റി. 2-3 പോയിന്റ് എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നും വരില്ല, 2 മാർക്ക് എളുപ്പത്തിൽ വാങ്ങാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഡിഫൈൻ പോളിനേഷൻ. വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഫിനേഷൻ മാത്രം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്ത് നോക്കാം. സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പെസ്റ്റൽ ഇസ് ടേംഡ് ആസ് പോളിനേഷൻ. ഓക്കെ, 2 മാർക്കിന് ഇത് മതിയാവുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അഡീഷണലി എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ there are 3 types അല്ലെങ്കിൽ 2 types of pollination. Okay, so 2 types of pollination ഉണ്ട്. Self and cross pollination.
ഓക്കെ, ഇത്ര നിങ്ങൾക്ക് എഴുതാമല്ലോ. സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കണ്ട, പക്ഷെ 2 മാർക്കിന് 2 പോയിന്റ് എന്താ എഴുതണം. റൈറ്റ്? സോ ഡെഫിനേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. യു ക്യാൻ ഇൻക്ലൂഡ്. ഓക്കെ, സമയം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ ദ ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഞാൻ പറഞ്ഞില്ല, എല്ലാം വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മേജർ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതി തീർക്കാവുന്നതാണ്. എളുപ്പത്തിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, there are 2 types of restriction enzymes. Name them. 2 ടൈപ്പ് ഉണ്ട്. എൻഡോന്യൂക്ലിയസസ് ഉണ്ട്, എക്സോന്യൂക്ലിയസസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റി ജസ്റ്റ് ഒരു സെന്റൻസ് നിങ്ങൾക്ക് എഴുതാം. എക്സോന്യൂക്ലിയസ് ആകുമ്പോഴത്തേക്കും ഓൺ ദി ഔട്ടർ എഡ്ജസ്, ഓക്കെ, അല്ലെങ്കിൽ അറ്റത്ത് നമ്മുടെ DNA സീക്വൻസിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ്ങിൽ. ഓക്കെ, സോ ഇറ്റ് ട്രിംസ് ദി എൻഡ്സ് of the DNA thread. Okay, so ends ലാണ് നമ്മുടെ എക്സോന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ it trims or cuts. Okay, ഇവിടെ വരുമ്പോഴത്തേക്കും കട്ട് ആവും. Okay, it cuts specific inside the segment അല്ലെങ്കിൽ within the segment. സോ ഒരു സെഗ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ DNA യുടെ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് നടുക്കോ അല്ലെങ്കിൽ ഇടയ്ക്കോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നതിനാണ് നമ്മുടെ എൻഡോന്യൂക്ലിയസ് ഉള്ളത്. എക്സോന്യൂക്ലിയസ് യൂഷ്വലി എൻഡ്സിലാണ്, ഔട്ടർ റീജിയൻസിലാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. സോ 2 ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. രണ്ടും പല രീതിയിലും പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സ്പീഷീസ് എ ഉണ്ട്, ബി ഉണ്ട്, കോമ്പറ്റീഷൻ. സ്പീഷീസ് എ ബി പ്രഡേഷൻ. പിന്നെ ഇവിടെ -0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആയിരിക്കുന്നത്? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് ഒരു ടേബിൾ ഉണ്ട് നമ്മുടെ NCERT ബുക്കിൽ. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം തീർക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ്? സോ സ്പീഷീസ് എ ഉണ്ട്. സോ ഇത് നെഗറ്റീവ് ആണെങ്കിലാണ് കോമ്പറ്റീഷൻ. സോ 2 സ്പീഷീസിനും നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെട്രിമെന്റൽ ആയിട്ടുള്ള ഒരു എഫക്ട് വരുമ്പോഴാണ് അതിനെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്പീഷീസിന് പോസിറ്റീവും നെഗറ്റീവും വരുമ്പോഴാണ് പ്രൊഡേഷൻ വരുന്നത്. ഓക്കെ, ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മറ്റൊരു സ്പീഷീസിന് എന്തെങ്കിലും ഹാം വരുന്നു. എമൻസാലിസം ആണ്, നമുക്ക് ഒരു സ്പീഷീസിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നു, പക്ഷെ അടുത്ത സ്പീഷീസിന് അതുകൊണ്ട് ഒരു ഗുണമൊന്നും കിട്ടുന്നില്ല, ദോഷവും വരുന്നില്ല, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. അത് നമ്മുടെ എമൻസാലിസം ആണ്. എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ആന്റിബയോട്ടിക്സ്. യെസ്, ആന്റിബയോട്ടിക്സ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് എമൻസാലിസം. ഓക്കെ, സോ ഇത് ഫിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. Different stages of development in a dicot embryo are given below. Arrange them in the correct sequential order. ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എംബ്രിയോ ഡെവലപ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ എൻഡോസ്പേം ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും നാളത്തേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ഗ്ലോബുലർ എംബ്രിയോ, മെച്ചുവർ എംബ്രിയോ, പ്രോ എംബ്രിയോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വി ഹാവ് സൈഗോട്ട്. സോ ആദ്യം സൈഗോട്ട് ആയിരിക്കും, സൈഗോട്ട് ആണ്, പിന്നെ പ്രോ എംബ്രിയോ ആവുന്നത്, ഗ്ലോബുലർ, ഹാർട്ട് ഷേപ്പ്, ആൻഡ് ദെൻ വി ഹാവ് ദ മെച്ചുവർ എംബ്രിയോ. ഇതാണ് ഓർഡർ ഓഫ് ഡെവലപ്മെന്റ്. എംബ്രിയോന്റെ ഓർഡർ ആണ്, ഡെവലപ്മെന്റ് ഓർഡർ ആണ് ഇത്. സോ ഇത് ഓർത്ത് വെച്ചുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അവർ വേണമെങ്കിൽ ഡയഗ്രാം തന്നിട്ടും ചോദിക്കാം. ഓക്കെ, സോ ഇറ്റ് കൻ ഹാപ്പൻ എനിവേസ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 critical research areas of biotechnology. സോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിസർച്ച് ഏരിയസ് ആണ് വേണ്ടത്. 2 എണ്ണം വേണം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, ഓരോരോ സെൻസ് 2 പറ്റി എഴുതി കഴിഞ്ഞാൽ തന്നെ ധാരാളമായിരിക്കും. സോ യെസ്, നമുക്ക് നോക്കാം. Providing the best catalyst in the form of improved organisms or pure enzyme. Okay, creating optimum conditions through engineering for a catalyst to act. Pinna downstream processing technologies to purify the protein or product. Okay, so ആദ്യം ബെസ്റ്റ് കാറ്റലിസ്റ്റിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതൊരു വഴിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് അതിനുള്ള കണ്ടീഷൻസ് മാറ്റി നോക്കാം, ഏത് കണ്ടീഷനിലാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത്. അതൊരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. പിന്നെ റിസർച്ചിന് ഇതൊക്കെ ചെയ്തു, കാറ്റലിസ്റ്റ് ഉണ്ട്, നമുക്ക് ഓപ്റ്റിമം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതിനെ എത്രത്തോളം നമ്മൾ എങ്ങനെയൊക്കെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാം
എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഒരു പ്രോസസ്സ്. അതാണെങ്കിലും വളരെയധികം റിസർച്ചിന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. റൈറ്റ്? സോ ദാറ്റ് ഇസ് ഓൾസോ ദെയർ. ഓക്കെ, സോ ഒന്ന് കാറ്റലിസ്റ്റ് പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കുക, പിന്നെ പ്രൊഡക്റ്റിന്റെ ഒപ്റ്റിമം ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ കണ്ടുപിടിക്കുക. ഇത് മൂന്നും വളരെ ക്രിട്ടിക്കൽ ഏരിയാസ് ആണ് ഓഫ് റിസർച്ച്. അവർ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. യു ക്യാൻ ഗിവ് എനി ഓഫ് ദീസ്. അടുത്ത ഫിൽ ബ്ലാങ്ക്സ് വന്നിരിക്കുന്നു. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ പിന്നെയും പോപ്പുലേഷൻ ഇന്ററാക്ഷനിൽ നിന്ന് ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ യു ക്യാൻ സീ എ ബി മ്യൂച്വലിസം പ്ലസ് സി പാരസിറ്റിസം പ്ലസ് 0 ആൻഡ് ഡി. ഓക്കെ, സോ എ ബി സി ഡി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്ലസ് പ്ലസ് ആണെങ്കിൽ മ്യൂച്വലിസം ആണ്, പ്ലസ് മൈനസ് ആണെങ്കിൽ പാരസിറ്റിസം ആണ്, പ്ലസ് 0 ആണെങ്കിൽ കൊമൻസാലിസം ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ NCERT-യിൽ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ടേബിൾ നിങ്ങൾ പഠിക്കാം. ഓക്കെ, രണ്ടിനും എനിക്കൊന്ന് നീറ്റിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഏത് എക്സാം നിങ്ങൾ എഴുതുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോ ഇൻസുലിൻ ആൻഡ് ഫങ്ഷണൽ ഇൻസുലിൻ? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ മാർക്ക് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ നീറ്റ് എക്സാമിന് ചോദിക്കും. റൈറ്റ്? അത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പിൽ നിങ്ങൾക്ക് നീറ്റിലും വരാം. ഓക്കെ, സോ നല്ല ഭംഗിയായിട്ടൊരു ടേബിളിൽ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പ്രോ ഇൻസുലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഫങ്ഷണൽ ഇൻസുലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. സോ പ്രോ ഇൻസുലിന് 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. ഓക്കെ, അതേ സമയത്ത് ഫങ്ഷണൽ ഇൻസുലിന് 2 ഉള്ളൂ, എയും ബിയും. ഓക്കെ, ഇവിടെ ആകുമ്പോഴത്തേക്കും എ ബി സി ഉണ്ട്. സോ ഇവിടെ എ പെപ്റ്റൈഡ് ഉണ്ട്, ബി പെപ്റ്റൈഡ് ഉണ്ട്, സി പെപ്റ്റൈഡ് ഉണ്ട് പ്രോ ഇൻസുലിന്. ഇതിനെ പിന്നെ ബ്രേക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് എ ആൻഡ് ബി പെപ്റ്റൈഡ് ഉള്ള നമ്മുടെ ഫങ്ഷണൽ ഇൻസുലിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രോസസ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രോ ഇൻസുലിൻ നോൺ ഫങ്ഷണൽ ആണ്, നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫങ്ഷണൽ ഇൻസുലിൻ എന്തായാലും ഫങ്ഷണൽ ആണ്. സോ സി പെപ്റ്റൈൻ ഇസ് ആബ്സെന്റ് ഓർ റിമൂവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഫങ്ഷണൽ ഒബ്വിയസ്ലി. സോ ഈ ഇൻസുലിൻ ഫങ്ഷണൽ ഇൻസുലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ amount കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോ ഇൻസുലിൻ ആൻഡ് ഫങ്ഷണൽ ഇൻസുലിൻ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഡയഗ്രാംസും വരയ്ക്കാം. ഓക്കെ, പക്ഷെ എനിക്ക് 2 മാർക്കിന് ഡയഗ്രാം കുഴപ്പമില്ല. 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ നമുക്ക് എഴുതാം, അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ട്സ് ആണെന്ന് എഴുതാം. ഓക്കെ, ഈ എയും ബിയും പെപ്റ്റൈഡ് ആർ ബൗണ്ട് ബൈ ഡൈസൾഫൈഡ് ബോണ്ട്സ് എന്നുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യു പീപ്പിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്ര ഞാൻ ചെയ്തുതരാം. റൈറ്റ് 4 പെക്യൂലിയാരിറ്റീസ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. എനിക്ക് തോന്നുന്നു ഞാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്തപ്പോഴും ഞാൻ മെൻഷൻ ചെയ്തു ക്യാരക്ടേഴ്സ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷനകത്ത് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ചെടിക്കുള്ളത്. സോ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഹിയർ വി ഹാവ് 4 പെക്യൂലിയാരിറ്റീസ്. സോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലവേഴ്സ് ആർ വെരി ലാർജ്, കളർഫുൾ, ഫ്രേഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ. If flowers are small, they are clustered to form inflorescence. ചെറിയ പൂക്കളാണെങ്കിൽ ഒരുമിച്ചായിരിക്കും, ഒരു ബഞ്ച് ആയിട്ടായിരിക്കും. നമ്മുടെ ചെത്തിപ്പൂ ഒക്കെ പോലെ. ഓക്കെ, സോ കുറെ പൂക്കൾ ഒരുമിച്ച് ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട്. സോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക, ഒരു ഇൻസെക്ട് പറന്നു പോകും, ഒരു പൂമ്പാറ്റ പറന്നു പോകും, പെട്ടെന്ന് കണ്ണിൽ പെടാൻ വേണ്ടിയിട്ടാണ് അത്രയും പൂക്കൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. യെസ്, pollen grains are sticky. Flower pollinated by flies and beetles secrete foul odor. Okay, so if ഈ വണ്ടും ഈച്ചയൊക്കെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ല ചീഞ്ഞ സ്മെല്ല് വേണം. കാരണം അങ്ങനത്തെ സ്മെല്ലോടാണ് ഇവർക്ക് അട്രാക്ഷൻ കൂടുതൽ. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലവർ, നമ്മുടെ റഫ്ലേഷ്യ, ടോളസ്റ്റ് ഫ്ലവർ ടൈറ്റനാരം. സോ ഈ പൂക്കൾക്കൊക്കെ ഭയങ്കര ചീഞ്ഞ എന്താ പറയുക, ചീഞ്ഞ ഫ്ലഷിൻ്റെ മണം, അല്ലെങ്കിൽ ഡെഡ് ഓർഗാൻസിൻ്റെ അത്രയും നല്ല ചീഞ്ഞ മണമാണ്. അല്ലെങ്കിൽ ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, നമ്മുടെ ചേനപ്പൂവില്ലേ, റൈറ്റ്? നമ്മുടെ വീട്ടിൽ ചേനയുടെ ചെടി ഉണ്ടെങ്കിൽ
അതിന് പൂ പൂക്കുമ്പോൾ ഭയങ്കര മണം, ഭയങ്കര നാറ്റം, മണം എന്ന് പറയില്ല. ഓക്കെ, സോ ആൻഡ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഓൾസോ, സ്ട്രോങ് ഓർഡർ ആണ്, റൈറ്റ്? സോ അതെന്തിനാണ് അട്രാക്ട് ചെയ്യുന്നത്? ട്രൈ ടു അട്രാക്ട് ഫ്ലൈസ് ആൻഡ് ബീറ്റേഴ്സ്. ഓക്കെ, ഈ ബീസും ബട്ടർഫ്ലൈസും ഒക്കെയാണ് നല്ല മണം നോക്കി പോകുന്നത്, ഇവരൊക്കെ ചീഞ്ഞ മണം നോക്കി പോകുന്നവരാ. ഓക്കെ, സോ അങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഫൗൾ ഓർഡർ ഉണ്ടാവും. പിന്നെ nectar and pollen grains are their usual floral rewards. സോ വന്ന് പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ എന്താ പറയുക, നെക്ടർ തരും, തേൻ തരും. അതേപോലെ തന്നെ ഞങ്ങൾ പോളിൻ ഗ്രെയിൻസിന് തരും. കാരണം പോളിൻ ഗ്രെയിൻസിനകത്ത് എന്തുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ട്. ഓക്കെ, സോ ചില ഓർഗാനിസംസ് ഉണ്ടാവും പോളിൻ ഗ്രെയിൻസിനെ തിന്നാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യും? കുറച്ച് പോളിൻ ഗ്രെയിൻസ് പോയിക്കോട്ടെ, സാരമില്ല, എന്നാൽ കുറച്ച് പോളിനേഷൻ നടക്കുമല്ലോ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് 4 ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും 4 പോയിന്റ് എഴുതാം. റൈറ്റ്? സോ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇത് ഇൻസെക്ട് പോളിനേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു കെൻ എക്സ്പെക്ട് ഇറ്റ് ഫ്രം വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, യു കെൻ എക്സ്പെക്ട് ഇറ്റ് ഫ്രം വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ്. അടുത്തത്, banana is a parthenocarpic fruit. What are parthenocarpic fruits? How can parthenocarpy be induced? Okay, so fruits developed without fertilization is called parthenocarpic fruits or seedless fruits. Okay, so fertilization നടക്കാതെ ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ സോ എങ്ങനെയാണ് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ് ലൈക്ക് ഓക്സിൻ എഴുതാം. കാരണം ഓക്സിൻ ആക്ച്വലി ഇൻഡ്യൂസസ് പാർത്തനോകാർപ്പി. സോ വേണമെന്നുണ്ടെങ്കിൽ ഓക്സിൻ മെൻഷൻ ചെയ്യാം, നിർബന്ധമില്ല. അതാണെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ചില ചെടികളിലാണ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. എക്സാമ്പിൾസ് യു ക്യാൻ റൈറ്റ് സീഡ്ലെസ് ഗ്രേപ്സ്, സീഡ്ലെസ് ഗ്രേപ്സ് എഴുതാം. ഓക്കെ, ബനാന ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർമെലൻ എഴുതാം. സോ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ബട്ട് യെസ്, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോമെന്റ് സെക്ഷനിൽ ഇടുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സെൽഫ് ഇൻകംപാറ്റബിലിറ്റി is an outbreeding mechanism. സെൽഫ് ഇൻകംപാറ്റബിലിറ്റിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്, റൈറ്റ്? സോ ഇറ്റ് is an outbreeding mechanism seen in plants. Explain the process. സെയിം ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം ആണ്, ഐ മീൻ ആൻസർ ആണ്. Genetic mechanism that prevents self-pollen from fertilizing the ovule by inhibiting the pollen germination or pollen tube growth in the pistil. It prevents self-pollination. ഈ 2 പോയിന്റ് എഴുതാൻ എത്ര ബുദ്ധിമുട്ടാ? യെസ്, അത്ര എളുപ്പമല്ലേ? റൈറ്റ്. സോ ഇതാണ് നമ്മുടെ സെൽഫ് ഇൻകംപാറ്റബിലിറ്റി ആൻസർ. 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനിയും വരാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Explain the method of genetically engineered human insulin production by Eli Lilly. So നമ്മൾ ഹ്യൂമൻ ഇൻസുലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഹാസ് A, B പെപ്റ്റൈഡ് ആൻഡ് C പെപ്റ്റൈഡ് ഓൾസോ. ഓക്കെ, സോ ഇതിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഇതിനെ ക്ലീവ് ചെയ്ത് ആ C ചെയിനെ മാറ്റി Aയും Bയും തമ്മിൽ ഡൈസൾഫൈഡ് ബോൺസ് ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഈ ഇലൈ ലിലി എന്ന് പറഞ്ഞ എന്താ പറയുക റിസർച്ചർ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, Eli Lilly company prepared DNA sequences corresponding to A and B chain of insulin. So A chain separated avundaki, B chain separated avundaki. Okay, so they were introduced in plasmid E. coli. So evadana use chedu eda organism ആണ് E. coli ne use chedu. Okay, plasmid of E. coli ne use chedu. Sorry, so E. coli യുടെ plasmid ne avaru vector ആയിട്ട് use chedu to produce A and B chains. Okay, they were produced separately. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചെയിൻ എയും ബിയും പെപ്റ്റൈഡ്സിനെ സെപ്പറേറ്റ് ആണ് അവർ ഉണ്ടാക്കിയത്. പിന്നെ they were extracted and combined by creating disulfide bonds. So ഈ disulfide bonds നെ അവർ ആർട്ടിഫിഷ്യലി പുറത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എന്താ കിട്ടി? സോ disulfide bonds കിട്ടിയപ്പോഴത്തേക്കും അവർക്ക് ഫങ്ഷണൽ ഇൻസുലിൻ കിട്ടി. They got their functional insulin. Right? സോ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാ പ്രോസസ്സും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് അവർ ആ ഒരു ഒബ്സ്റ്റക്കിളിനെ അവർ ഓവർകം ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. വൈ? സോ ഇവര് പിരമിഡ് തന്നിട്ടുണ്ട്.
ഓക്കെ, അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി pyramid of energy is always upright. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. So energy at lower trophic level is always more than at a higher trophic level. കാരണം ഒരു ഓർഗാനിസത്തിന്റെ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോഴാണ് എനർജി ട്രാൻസ്ഫർ വരുന്നത്. ഒരിക്കലും എനർജി ട്രാൻസ്ഫർ തിരിച്ചു വരില്ല. Okay, when energy flows from one trophic level to the next trophic level, energy is lost as heat at each step. Okay, ഈ ഒരു മൂവ്മെന്റ് ആണെങ്കിലും യൂണി ഡയറക്ഷണൽ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ഈ എനർജി പോകുന്നത് യൂഷ്വലി യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. ഇറ്റ് ഓൾവേസ് ഫോളോസ് ദ ലോ ഓഫ് 10%. ഓക്കെ, സോ ഇവിടെ അവരുടെ എക്സാമ്പിൾ അവർ തന്നെ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റിനകത്ത് നമുക്ക് ആകെ 1% കിട്ടത്തുള്ളൂ. ഇവിടുന്ന് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് നമുക്ക് വി ഹാവ് 10% ഈച്ച്. ഇവിടെയും 10%, ഇവിടെയും 10%. ഓക്കെ, സോ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിലേക്ക് പോകുമ്പോൾ 10% എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് എ 10% law. Okay, now write a short note on autogamy, geitonogamy and xenogamy. ഓരോന്നിനെ പറ്റി അറ്റ്ലീസ്റ്റ് ഒരു സെന്റൻസ് നിങ്ങൾ എഴുതാം. 3 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓട്ടോഗാമി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് പഠിച്ചു. Pollination achieved within the same flower, transferred pollen from the anther to the stigma of the same flower. ഒരേ ഫ്ലവർ ഒരേ പ്ലാന്റിലാവുമ്പോൾ ഓട്ടോഗാമി നടക്കും. Okay, geitonogamy ആണെങ്കിൽ pollination from the anther to the stigma of different flowers of the same plant. Okay, വേറെ വേറെ പൂക്കളാവാം, പക്ഷെ ഒരേ ചെടിക്കകത്തുള്ള പൂക്കളാവാം. റൈറ്റ്, പിന്നെ ഉള്ളത് നമ്മുടെ xenogamy ആണ്. xenogamy-യിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? ട്രാൻസ്ഫർ pollination from the anther to stigma of different plants of the same species. ഫ്ലവർ വേറെയാണ്, എൻറ്റയർലി പ്ലാന്റ്സും വേറെയാണ്, പക്ഷെ ഒരേ സ്പീഷീസിനകത്തുള്ള ട്രാൻസ്ഫർ ആണ്. This is called as xenogamy. It is functionally genetically similar to cross pollination. Okay, so xenogamy is proper cross pollination അഥവാ outcrossing. Okay, you can also call it as outcrossing. All right, so ഇതാണ് ഷോർട്ട് നോട്ട് ഓൺ ഓട്ടോഗാമി, ഗെയ്റ്റോഗാമി ആൻഡ് xenogamy. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain the naming procedure of restriction enzymes with an example. So ആദ്യം എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് എന്താണ്? നമ്മുടെ ജീനസിന്റെ ഫസ്റ്റ് ലെറ്ററും സ്പീഷീസിന്റെ 2 ലെറ്റേഴ്സും ആണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഈക്കോ R1 കൊടുത്തിട്ടുണ്ട്. യു കെൻ ഗോ ഫോർ ദാറ്റ്. സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് സ്പീഷീസിന്റെ, ഫോർത്ത് ലെറ്റർ ഇസ് എ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ, R സ്ട്രെയിൻ ആണ്. റോമൻ നമ്പർ ഇസ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. ആദ്യം കണ്ടുപിടിച്ചാണോ, രണ്ടാമത് കണ്ടുപിടിച്ചാണോ, മൂന്നാമത് കണ്ടുപിടിച്ചതാണോ, ഏത് ഓർഡറിലാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തത്? സോ ഈ റൂൾസ് നമുക്ക് എഴുതാം. ഈ ഈക്കോ R1 ആണെങ്കിൽ എസ്റ്റീരിഷ്യ കോലൈ, RY13 സ്ട്രെയിൻ ആണ്, ഫസ്റ്റ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സാമ്പിൾ എന്തായാലും എഴുതിക്കോളുക. ഓക്കെ, അത്രയും എളുപ്പമായിക്കോളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ഓക്കെ, there are 4 basic processes that affect the population density: natality, mortality, emigration and immigration. Which of the 2 processes contribute to decrease in population, and explain that? Right, so ഇതിനകത്ത് natality ആണെങ്കിൽ increase ചെയ്യുന്നു, okay, mortality decrease ചെയ്യുന്നു, immigration decrease ചെയ്യുന്നു, immigration increase ചെയ്യുന്നു. Right, so ഇവർ ചോദിക്കുന്നത് എന്താണ്? ഡിക്രീസിന്റെ കാരണങ്ങളാണ് ചോദിക്കുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സോ മോർട്ടാലിറ്റി ആൻഡ് ഇമൈഗ്രേഷൻ ആണ് ഡിക്രീസ് ചെയ്യുന്നത്. മോർട്ടാലിറ്റി ഇസ് ദ ഡെത്ത്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് വേറൊരു വിച്ച് ഹാവ് ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ്, വേറൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നവരെയാണ് നമ്മൾ ഈ മൈഗ്രൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ഇത് രണ്ടും ആ ഒരു നമ്മുടെ ഏരിയയിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കുന്ന ടൈപ്പ്. ഓക്കെ, എന്തായാലും amount കുറഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് population density graphics ആണിത്. Okay, so we have mortality and immigration. Right? ഇനി അടുത്ത question. Bt cotton is a transgenic plant with insecticidal protein. Name Bt toxin. Name the specific gene. Name the organism. Explain the mechanism. Okay. So നമുക്ക് നോക്കാം. ജീൻ ആണ് ക്രൈ ജീൻ, CRY ജീൻ ആണ്.
Organism Bacillus thuringiensis or Bacillus. Okay. Bt toxin was introduced into cotton. Gene produced inactive protoxin in the cotton plant. Okay. So protoxin നമ്മുടെ ചെടിക്കകത്തുണ്ട്. ആ ചെടീനെ പ്രോട്ടോക്സിൻ ഉള്ള ചെടീനെ ഏതെങ്കിലും ഇൻസെക്ട് കടിച്ചു തിന്നു കഴിയുമ്പോൾ okay, when the insect ingests the protein it will be converted to active toxin. Okay, എങ്ങനെയാണ് ആ ഇൻസെക്ടിന്റെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH കാരണം ഈ മാറ്റം വരുന്നത്. പ്രോട്ടോക്സിൻ മാറുന്നു ടോക്സിൻ ആയിട്ട്. This process mediated by alkaline pH of insect gut. Active toxin causes the lysis of gut epithelial cells which will in turn kill the insect. So gut and epithelial cells damage ചെയ്തിട്ട് ഇൻസെക്ടിനെ കൊല്ലുന്നതായിരിക്കും. Okay, so ഇതാണ് പ്രോസസ്. സോ മോസ്റ്റ്ലി ഇതിന് അര മാർക്ക്, ഇതിന് അര മാർക്ക് ആയിരിക്കും, ഇതിന് 2 മാർക്ക് ആയിരിക്കും. അതിനനുസരിച്ച് എഴുതുക. ഓക്കെ, സോ 2 ഈസി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായാലും ആ ബുദ്ധിമുട്ടുള്ള സബ് ക്വസ്റ്റ്യന് മാർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A typical microsporangium is surrounded by 4 wall layers. Name wall layers and state the function of the innermost wall layer. Okay, വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ആണ്. ഇത് തന്നെ ഇപ്പൊ 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഡയഗ്രാം വരയ്ക്കാൻ ഓർക്കുക. ഓക്കെ, മറക്കരുത്. കാരണം ചില സമയത്ത് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചാൻസ് അവർ ചോദിക്കും, ഡയറക്റ്റായിട്ട് ചോദിക്കും, ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ചില സമയത്ത് അവരങ്ങനെ ചോദ്യം വിടത്തില്ല. ഓക്കെ, സോ നമ്മൾ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാലോ. ഓക്കെ, so here we go. Epidermis, endothelium, mid layers and tapetum. Outermost ഇതാണ്. ഓക്കെ, സോ 4 ലേയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. nourishes the developing pollen grains. ഇത് കണ്ടോ, അത്രയും എളുപ്പം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഈ 2 പോയിന്റ് എഴുതിയാൽ മതിയാവോ? അതിന് പകരം ഒരു ഡയഗ്രാമും കൂടെ വരച്ചു കഴിഞ്ഞാൽ എന്താവും? നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ, ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ മാത്രം. സമയമില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. സമയമില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. സമയം ഉണ്ടെങ്കിൽ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, different steps in rDNA technology, recombination DNA technology are given below. Arrange them in correct order, correct sequential order. Okay, so ligation, culturing of host cells, isolation of DNA, transferring rDNA to the host, fragmentation, isolation of desired DNA fragment. ഇതിന് ആൻസർ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തരാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് ഓർഡറിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഐസൊലേഷൻ ആണ് ആദ്യം, പിന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA, ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എടുക്കും, പിന്നെ ligation of fragments into the vector, transferring RNA into the host, rDNA into the host, culturing of host cells. Okay, ഇതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ. ഓക്കെ, ഈ സെഷൻ കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വി ആർ ഡൺ. സോ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിന്റെ PDF ഞാൻ അയച്ചു തരാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഗോ അഹെഡ്. എന്തായാലും നല്ലോണം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സെഷൻസ് വേണമെങ്കിൽ പറയുക, ഞാൻ ചെയ്യാം. കാരണം ഇനി ഈ എക്സാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും. സോ നീറ്റിൻ്റെ പ്രിപ്പറേഷനായിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ സെഷൻസാണ് വേണ്ടതെന്നും കൂടെ പറയാം. ഓക്കെ, സോ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ട്സ് കിട്ടണമെങ്കിൽ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. സോ ജോയിൻ ചെയ്യുക. ഇത് QR കോഡാണ്. ഈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഡിസ്ക്രിപ്ഷൻ വഴി ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ശരി. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ എഴുതണം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഇനിയും കാണാം അടുത്ത സെഷനിൽ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.